ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇതൊരു ട്രാവൽ വ്ളോഗാണ്. ഞങ്ങൾ കുറേ നാളുകൾക്ക് ശേഷം ഫ്രണ്ട്സ് എല്ലാവരും കൂടെ ഒരു ട്രിപ്പ് പോവാണ്. ഞങ്ങൾ 2 പേര് മിസ്സിങ് ആണ്, കാർത്തും ചേട്ടനും. അവരെ നമുക്ക് അടുത്ത കൊല്ലം പിടിക്കാം. അപ്പോൾ ട്രിപ്പ് അടിപൊളിയായിരുന്നു. കുറച്ച് വലിയൊരു ട്രിപ്പായിരുന്നു. കാരണം ഞാൻ ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്നാണ് ആൽബർട്ടയ്ക്ക് പോയത്. അതുമാതിരി തന്നെ എൻ്റെ ഫ്രണ്ട്സ് നോവാസ്കോഷ്യ ഒന്നായിട്ടാണ് ആൽബർട്ടയ്ക്ക് വന്നത്. അപ്പോൾ കുറേ പ്രോവിൻസുകളൊക്കെ കടന്നൊക്കെയാണ് നമ്മൾ ഈ ട്രിപ്പിന് പോകുന്നത്. അപ്പോൾ ഇതൊരു വലിയൊരു ട്രിപ്പാണ്. അങ്ങനെ വ്യൂസൊക്കെ ഇവിടെ ഉള്ളത് അടിപൊളിയാണ്. കാഴ്ചകളൊക്കെ കാണേണ്ട കാഴ്ചകളാണ്. അപ്പോൾ വെൽക്കം ടു മൈ ന്യൂ വ്ളോഗ്. ഇവിടെ ഇപ്പോൾ സമയം 5 മണിയാണ്. പിന്നെ ഭയങ്കര ഇരുട്ട്. ഞാൻ ബസ് കയറാൻ പോവാം. ഇവിടെ നിന്നൊരു ബസ് കയറിയിട്ട് പിന്നെ ഒരു സ്കൈ ട്രെയിൻ കയറിയിട്ട് വേണം എനിക്ക് എയർപോർട്ടിലെത്താൻ. ഒരു വീടിൻ്റെ ലൈറ്റ് തെളിഞ്ഞപ്പോൾ ഞാൻ നടന്നു വന്നു. എനിക്ക് രാവിലെ ഒരു 8:15 കൂടിയായിരുന്നു ഫ്ലൈറ്റ്. പിന്നെ ഒരു 6 മണി 6:15 കൂടി എയർപോർട്ടിലെത്തി. പിന്നെ എയർപോർട്ടിൽ ചെന്നിട്ട് വരി നിന്ന് ചെക്ക് ഇൻ ചെയ്യേണ്ട ആവശ്യമൊന്നും ഉണ്ടായില്ല. കാരണം തലേദിവസം തന്നെ ഓൺലൈൻ ചെക്ക് ഇൻ ചെയ്തായിരുന്നു. അപ്പോൾ ബോർഡിംഗ് പാസ്സൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ നേരെ ഞാൻ സെക്യൂരിറ്റി ചെക്ക് ഇനിക്ക് പോയി. എയർപോർട്ടിൽ തിരക്കൊക്കെ ഭയങ്കര കുറവായിരുന്നു. കാരണം എനിക്ക് കുറച്ച് രാവിലെയായിരുന്നു ഫ്ലൈറ്റ്. അപ്പോൾ പൊതുവെ എയർപോർട്ടിൽ തിരക്ക് കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ സെക്യൂരിറ്റി ചെക്കിനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. ഞാൻ ഗേറ്റ് നമ്പർ കണ്ടുപിടിക്കാനുള്ള ഓട്ടത്തിലാണ്. അങ്ങനെ ഗേറ്റ് നമ്പറും കണ്ടുപിടിച്ചപ്പോൾ കുറച്ച് സമാധാനമായി. അപ്പോൾ തന്നെ വിശന്ന് തുടങ്ങി. നേരെ കണ്ട സ്റ്റാർബക്സിൽ പോയി ഒരു കോഫിയും സാൻഡ്വിച്ചും പറഞ്ഞു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിയുമ്പോഴേക്കും ഫ്ലൈറ്റ് ബോർഡ് ചെയ്യാനുള്ള ടൈമായി. ഓക്കെ ഗൈസ്, ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാ. അങ്ങനെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും സ്നാക്സൊക്കെ കിട്ടി. സാധാരണ 1 hour ഫ്ലൈറ്റിനൊന്നും കിട്ടാറില്ല. പക്ഷേ വെസ്റ്റ്ജെറ്റായിരുന്നു ഞാൻ പോയത്. അപ്പോൾ അവർ സ്നാക്സൊക്കെ തന്നു. അത് കഴിഞ്ഞതേ 1 മണിക്കൂറിന് ശേഷം ഞാൻ എൻ്റെ ഡെസ്റ്റിനേഷനിൽ ലാൻഡ് ചെയ്തു, ആൽബർട്ട. ആദ്യത്തെ ഒരാളെ കിട്ടിയിട്ടുണ്ട്. ബാക്കിയുള്ളവര് നമ്മളെ പറ്റിച്ചിട്ടുണ്ട് ആണല്ലേ. ഗൈസ്, ഞങ്ങളിവിടെ പോസ്റ്റല്ല, അവരാണ് ഏറ്റവും കൂടുതൽ പോസ്റ്റ് ആയത്. അവരിവിടെ എത്ര മണിക്ക് എത്തി? ഇന്ന് പുലർച്ചെ 3 മണിക്ക് എത്തി. ഞങ്ങളിതേ 11 മണിക്കാണ് ഇവിടെ എത്തിയത്. ഇവൻ നോവാസ്കോഷ്യന്ന് വന്നവനാ. ഞാനിവിടെ തൊട്ടടുത്തുനിന്ന് വന്നതാ. എനിക്ക് തൊട്ടടുത്തായതുകൊണ്ട് ഞാൻ പതുക്കെ വന്നേ. ഇവൻ പിന്നെ 5 മണിക്കൂർ ഫ്ലൈറ്റ് കണ്ടിട്ടുള്ള 5.5 മണിക്കൂർ ഫ്ലൈറ്റ് ഒക്കെ എടുത്തിട്ട് എടുത്താൽ വന്നേ. അവരെങ്ങോട്ട് പുറത്ത് പോയിക്കാം. ഞങ്ങളിപ്പോൾ അവരും വെയിറ്റ് ചെയ്തിരിക്കുക. കുഴപ്പമില്ല, അവർ ഞങ്ങളെ വെയിറ്റ് ചെയ്ത് ഇത്ര നേരം ഇരുന്നില്ല. ഗൈസ്, അവര് വന്നിട്ടുണ്ട് കാറും കൊണ്ട്. ഞങ്ങൾ ഇവിടെ നിന്ന് ഒരു കാറ് റെന്റിന് എടുത്തു, 7 സീറ്റർ. എല്ലാവരും കാണിച്ചേരാം ഇപ്പം. അപ്പം ഞാൻ കുറച്ച് നേരത്തെ അവർ നേരത്തെ വന്നു എന്നൊക്കെ പറഞ്ഞില്ലേ, ഞങ്ങൾ അവരെ കാത്തിരിക്കാന്നൊക്കെ. ആ വരെയാണ് നിങ്ങളിപ്പോൾ കാണാൻ പോണത്. അവരെല്ലാവരും ഒന്റാരിയോന്ന് കാൽഗറിയിലെത്തി. പിന്നെ നിതിൻ നോവാസ്കോഷ്യന്ന് കാൽഗറിയിലെത്തി. ഞാൻ ബ്രിട്ടീഷ് കൊളംബിയയിൽ നിന്ന് കാൽഗറിയിലെത്തി. അങ്ങനെ ഞങ്ങളുടെ ട്രിപ്പ് ഒഫീഷ്യലി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. സാധാരണ എല്ലാ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെയും പോലെ ഞങ്ങളും ഇങ്ങനെ ട്രിപ്പ് കുറേ പ്ലാൻ ചെയ്യും, ഒന്നും നടക്കാറൊന്നുമില്ല. പക്ഷെ ആദ്യമായിട്ടാണ് ഇത്രയ്ക്കും വലിയൊരു ട്രിപ്പ് എല്ലാവരും പെട്ടെന്ന് തന്നെ അപ്രൂവ് ചെയ്ത് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തതേ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ജോൺസ്റ്റൺ കാനിയോൺ എന്ന് പറഞ്ഞൊരു ട്രെയിലിലേക്കാണ്. അവിടെ പോണ വഴിയിൽ ഭയങ്കര നല്ല വ്യൂസാണ്. ഫുള്ള് മൗണ്ടെയ്ൻസ് ആണ് നമുക്ക് കാണാൻ പറ്റണേ.
ഞാൻ ഇതേവരെ ഏത് റൂട്ടിൽ കൂടെ പോയിട്ട് ഇത്രയധികം മൗണ്ടൻസ് ഞാൻ കണ്ടിട്ടില്ല. കാഴ്ചകളൊക്കെ കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ ഇതേ ജോൺസ്റ്റൺ കാനിയോൻ്റെ അടുത്ത് എത്താറായി. നമുക്ക് പാസ് എടുക്കണം അതിൻ്റെ ഉള്ളിലേക്ക് കയറണമെങ്കിൽ. അപ്പോൾ ഒരു 7 പേർക്കുള്ള ഒരു വണ്ടിക്ക് അവർ $22 ചാർജ് ചെയ്യണം. ഒരു അഡൾട്ടിന് വെച്ചാൽ $11 കോസ്റ്റ്. അങ്ങനെ ഞങ്ങൾ പാസ്സൊക്കെ എടുത്ത് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പോൾ പാസ് എടുത്തതിന് ശേഷം കുറച്ച് ട്രാവൽ ചെയ്യണം അവിടെ എത്തണമെങ്കിൽ. അപ്പോൾ പോണ വഴിയിൽ ഇതുമാതിരി തന്നെ ഭയങ്കര മനോഹരമായ കാഴ്ചകളായിരുന്നു. അങ്ങനെ ഞങ്ങൾ ജോൺസ്റ്റൺ കാനിയോണിൽ എത്തിയത് ഏകദേശം ഒരു ഉച്ച സമയത്തായിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്നായി തന്നെ വിശക്കുണ്ടായിരുന്നു. അപ്പോൾ ചെന്നപ്പം തന്നെ ആപ്പിൾ മീൻ ഓറഞ്ച് മീൻക്ക് എല്ലാവരും കമന്നടിച്ച് വീണു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ ദേ ജോൺസ്റ്റൺ കാനിയോണിലേക്ക് കയറാൻ പോവാ. അപ്പോൾ ഈ ജോൺസ്റ്റൺ കാനിയോൺ എന്ന് പറയുന്നത് ബാൻഫ് നാഷണൽ പാർക്കിൻ്റെ ഉള്ളിലത്തെ ഒരു വൺ ഓഫ് ദി അട്രാക്ഷനാണ്. അപ്പോൾ ഇവിടുത്തെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടെ 2 ഫാൾസ് ഉണ്ട്, ലോവർ ഫാൾസും അപ്പർ ഫാൾസും. അപ്പോൾ ഈ ലോവർ ഫാൾസിക്ക് നമ്മൾ ഈ നിൽക്കുന്ന പ്ലേസിൽ നിന്ന് ഒരു 1.2 കിലോമീറ്റർ ഉണ്ട്. അപ്പർ ഫാൾസിക്ക് പോകണമെങ്കിൽ വീണ്ടും ഒരു 2.7 കിലോമീറ്റർ വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്കും ഒരു അട്രാക്ഷൻ പോയിൻ്റ് ഉണ്ട്, അതാണ് ഇങ്ക് പോട്ട് എന്ന് പറയുന്നത്. അത് അപ്പർ ഫാൾസിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ വരുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ അപ്പർ ഫാൾസ് വരെ പോയുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ക് പോട്ടിൻ്റെ അവിടേക്ക് പോയില്ല, കാരണം നമുക്ക് പിറ്റേ ദിവസം ലേക്ക് ലൂയിസും ലേക്ക് മൊറൈനിലൊക്കെ ഹൈക്ക് ചെയ്യണോണ്ട് ഈ ഒരു ദിവസം അധികം സാഹസിക കാര്യങ്ങളൊന്നും ചെയ്തില്ല. ഇവിടെ എന്താണുള്ളത്? ഇവിടെ ഒരു ലോവർ ഫോളും അപ്പർ ഫോളും. ഓ, സൈഡ് ഫോളില്ല? ഇല്ല, ഇത് ഇങ്ങനെ ഈ സാധനം ഫോൾസിൽ കൂടെ വരുന്നത്. ഓ, മുന്നേ വന്നിട്ടുണ്ടോ? ആ, പൊളിയാണോ? ലോവർ ഫോൾ വരെ പോകാൻ പറ്റുള്ളായിരുന്നു. അപ്പർ ഫാളിക്ക് ദൂരം ഉണ്ടോ? അവിടുന്ന് 2 കിലോമീറ്റേഴ്സ് ആണ് ലോവർ ഫോളിൽ. ഈ ലോവർ ഫോളിൽ നമുക്കൊരു കേവിനകത്തോടെ കയറിയിട്ട് ഫോൾസ് കാണാൻ പറ്റും. കുഞ്ഞൊരു കേവ്, നൈസ്. അല്ലാതെ കാണാൻ പറ്റും, കേവിനകത്ത് കയറി കാണാൻ പറ്റും, ഭംഗി. ഭംഗി. പിന്നെ ഒരു കാര്യം ഞാൻ ഈ ജോൺസ്റ്റൺ കാനിയോണിൽ ശ്രദ്ധിച്ചത്, നമ്മൾ നടക്കണ പാതിയൊക്കെ ഇവർ റോഡ് പോലെയാണ് ചെയ്ത് വെച്ചാണ്, അതുകൊണ്ട് നടക്കാൻ നമുക്ക് എളുപ്പമാണ്. അതുമാതിരി തന്നെ ഒരു ചുറ്റിനിങ്ങനെ വേലിമാതിരി കെട്ടി വെച്ചിട്ടുണ്ട് നമ്മൾ അപ്പുറത്തേക്ക് വീഴാണ്ടിരിക്കാൻ. അപ്പോൾ സേഫ്റ്റി വൈസ് ഇത് ഭയങ്കര സൂപ്പറാണ്. ഞാൻ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഇത് റെക്കമെൻഡ് ചെയ്യും. കാരണം ഞങ്ങൾ അപ്പർ ഫാൾസ് വരെ എത്തിയെങ്കിലും ഞങ്ങൾക്ക് അതിൻ്റെ കിതപ്പോ അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയില്ല, ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ഇപ്പോൾ കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും അവർക്ക് നേച്ചറായിട്ട് കണക്ട് ചെയ്യുകയും ചെയ്യാം. അതുമാതിരി തന്നെ നടക്കുമ്പോൾ പ്രയാസങ്ങളൊന്നും തോന്നില്ല താനും ഇങ്ങോട്ട് വന്നാൽ. അപ്പോൾ ഫുള്ളും നല്ല സൂപ്പർ വ്യൂ ആയിരുന്നു. ചുറ്റിനിങ്ങനെ മലനിരകൾ, അതുമാതിരി തന്നെ വാട്ടർഫാൾസിൻ്റെ ഒക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരണ കാണാം. മീൻസ് വേറൊരു അനുഭൂതിയായിരുന്നു. അങ്ങനെ ഞങ്ങളിത് 1.5 കിലോമീറ്റർ നടന്ന് നമ്മുടെ ലോവർ ഫാൾസിൻ്റെ അവിടേക്ക് എത്തി. ഇതാണ് ലോവർ ഫാൾസ്. ഇതിൻ്റെ ഇവിടെ ആൾക്കാർ വരി നിൽക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിക്കൂടെ ഒരു കേവ് ഉണ്ട്, അവിടെ കേവിൻ്റെ ഉള്ളിക്കൂടെ പോയിട്ട് നമുക്ക് ഈ ലോവർ ഫാൾസ് കാണാൻ പറ്റും. അതാണ് ഈ ഒരു വരി നിൽക്കണതിൻ്റെ അർത്ഥം.
ഗൈസ് അത് ഭയങ്കര പൊളിയായിരുന്നു. ആ ഗുഹയുടെ ഉള്ളിലത്തെ വെള്ളച്ചാട്ടം അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നമ്മൾ പുറത്തുനിന്ന് കാണാൻ വെള്ളച്ചാട്ടം എന്നിട്ട് ഗുഹയുടെ ഉള്ളിലേക്ക് പോയിട്ടാണ് നമ്മൾ അതിൻ്റെ ബ്യൂട്ടി കാണുന്നത്. സൂപ്പർ, ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ നമ്മൾ ലോവർ ഫാൾസ് കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ അപ്പർ ഫാൾസ് കാണാൻ പോവാണ്. അപ്പർ ഫാൾസിക്ക് നമുക്കിനി കുറച്ച് കിലോമീറ്റർ നടക്കണം. അപ്പോൾ അപ്പർ ഫാൾസിക്ക് നമ്മൾ കുറച്ച് കയറ്റൊക്കെ കയറിയിട്ട് വേണം നമ്മുടെ ആ സ്ഥലത്ത് എത്താൻ. അപ്പോൾ കുറച്ചധികം നടക്കാനുണ്ട്. സാധാരണ ഹൈക്കിംഗ് ഷൂ ഒക്കെ ഇട്ടിട്ട് വേണം നമ്മൾ ഈ സംഭവത്തിനൊക്കെ ഇറങ്ങാൻ. പ്രത്യേകിച്ച് ഈ ബാൻഫ്, ലേക്ക് ലൂയിസ്, ലേക്ക് മുറിയൻ പിന്നെ ഇങ്ങനത്തെ ഹൈക്കിങ്ങിനൊക്കെ വരുമ്പോൾ അത് ഇടണം. പക്ഷെ ഞങ്ങൾ ആരെങ്ങനെ ഹൈക്കിംഗ് ഷൂ ഒന്നും ഇട്ടുണ്ടായില്ല. ക്ലൈമറ്റൊക്കെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു. നമ്മൾ ഈ മരത്തിൻ്റെ ഉള്ളിൽ കൂടെ നടക്കണോണ്ട് നമുക്കങ്ങനെ വെയിലൊന്നും അടിക്കുന്നുണ്ടായില്ല. അതുമാതിരി തന്നെ മഴയൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നല്ല ക്ലൈമറ്റ് ആയിരുന്നു, നടക്കാൻ നല്ല സുഖമായിരുന്നു. അധികം തണുപ്പുണ്ടായില്ല. വേണ്ടായാ അപ്പർ ഫാൾസിക്ക് നമുക്ക് കുറച്ച് നടക്കാനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ പതുക്കെ പോണ വഴിയിലത്തെ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്ത് കുറച്ച് ആടിപ്പാടിയൊക്കെയാണ് അപ്പർ ഫാൾസ് കാണാൻ നടക്കുന്നുണ്ടായ. അങ്ങനെ ദേ നമ്മൾ നമ്മുടെ അപ്പർ ഫാൾസിൻ്റെ അവിടെ എത്തി. പേര് പോലെ തന്നെ ഇത് കുറച്ചും കൂടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഫാൾസ് വീണ കാണാം. അപ്പം ഞങ്ങൾ ഇന്നത്തെ മിക്ക പരിപാടികളും കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഈ മല ഇറങ്ങാണ് തിരിച്ച്. കുറേ നടന്നുണ്ട് എന്തായാലും. അയ്യോ, ഇപ്പോൾ ഇവിടെ സമയം ഒരു 5 മണിയാവാൻ പോകുന്നു. അപ്പോൾ നല്ല രസമുണ്ടായിരുന്നില്ല അതും. ഇനി വിശക്കുന്നുണ്ട് നന്നായിട്ട്, വല്ലതും കഴിക്കണം. അപ്പം നമ്മൾ വിചാരിച്ചേക്കാൾ നേരത്തെ ജോൺസ്റ്റൺ കാനിയോന്ന് ഇറങ്ങാൻ പറ്റി. അപ്പം അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നു കറങ്ങാൻ വേണ്ടി. വിചാരിച്ചു ബാൻഫ് ഡൗൺ ടൗൺ ഒന്ന് കണ്ടിട്ട് വരാമെന്ന്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ കാട്, മല, പച്ചപ്പ്, ഹരിതാപമൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. അതുകൊണ്ട് അങ്ങോട്ടാണ് എല്ലായ്പ്പോഴും ഹൈക്കിങ്ങിനാണ് പോവുക. അത് കഴിഞ്ഞിട്ട് ടൈം ഉണ്ടെങ്കിൽ വേറെ എന്തൊക്കെ ചെയ്യാൻ പോകാറുള്ളത്. അങ്ങനെ അതേ ബാൻഫ് ഡൗൺ ടൗൺ നല്ല സൂപ്പറായിരുന്നു. കുറെ കടകള്, പിന്നെ ഫുള്ളും മലകള്, അതൊക്കെയായിരുന്നു ബാൻഫ് ഡൗൺ ടൗണിന്റെ പ്രത്യേകത. ഞങ്ങൾക്ക് ബാൻഫ് ഡൗൺ ടൗണിലേക്ക് വരേണ്ടി വന്നു ഒരു മൃഗത്തിനെ കാണാൻ. ഇത്ര അധികം കാട്ടിക്കോള നടന്നിട്ട് ഒന്നിനെയും കണ്ടില്ലായിരുന്നു. ലാസ്റ്റ് ഇതേ ബാൻഫ് ഡൗൺ ടൗണിൽ വെച്ചിട്ട് ഞങ്ങളൊരു മാനിനെ കണ്ടു. അങ്ങനെ അതൊക്കെ കണ്ട് ഞങ്ങൾക്ക് നന്നായി വിശന്ന് തുടങ്ങിയപ്പോൾ ദേ ടെൻഡർ കോക്കനട്ട് എന്ന് പറഞ്ഞ ഒരു കേരള റെസ്റ്റോറൻറ്റിൽ വന്ന് ഞങ്ങൾ ബിരിയാണിക്ക് ഓർഡർ ചെയ്ത് കഴിക്കായിരുന്നു. അപ്പോൾ കാനഡയിൽ ഇവരാണ് എൻ്റെ ഫാമിലി. എല്ലാവർക്കും എല്ലാവരുടെ സ്വഭാവം ഒരുവിധം അറിയാം. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, കാണിക്കാം. ഞങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ കോളേജ് ടൈം തൊട്ട് അറിയണതാണ്. അപ്പോൾ എല്ലാവരും ഒരേ വൈബായതുകൊണ്ട് പൊളിയാം. അങ്ങനെ ഞങ്ങളിതേ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഞങ്ങളുടെ ഇന്നത്തെ ട്രിപ്പ് കൂടെ കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അടുത്ത ദിവസത്തെ വീഡിയോസൊക്കെ ഉടനെ തന്നെ വരുന്നതായിരിക്കും. അതുവരയ്ക്കും ടാറ്റാ, ബൈ ബൈ, സി യു.